ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പക്ഷേ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഒരു കമ്പനിയുടെ സീനിയർ മാനേജ്മെന്റിന് എന്താണ് പങ്ക്? നമുക്കിതിലേക്ക് ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം, അല്ലേ? ഒരു ഫാർമ കമ്പനിയിലെ ക്വാളിറ്റിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ഇത് ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം പണിയാണോ? പൊതുവെ എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ശരിക്കും അതാണോ യാഥാർത്ഥ്യം? അതെ, നമ്മളിപ്പോൾ ചോദിച്ച ആ ചോദ്യം, അതിന്റെ ഉത്തരമാണ് ഈ വിഷയത്തിന്റെ കാതൽ. ശരിക്കും ക്വാളിറ്റി എന്നത് ആരുടെ ചുമലിലാണ്? നമുക്ക് നോക്കാം. നമ്മളിൽ പലരും കേട്ടിട്ടുള്ളൊരു കാര്യമാണിത്, അല്ലേ? എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ വന്നാൽ എല്ലാവരും QA ഡിപ്പാർട്ട്മെന്റിലേക്ക് വിരൽ ചൂണ്ടും. അവരുടെ മാത്രം ജോലിയാണ് ഇതെന്നൊരു ധാരണ എല്ലായിടത്തുമുണ്ട്. പക്ഷേ റെഗുലേറ്ററി അതോറിറ്റികളുടെ കണ്ണിൽ കഥ വേറെയാണ്. ഇതൊരഭിപ്രായമല്ല, നിയമം തന്നെയാണ്. ഗുണമേന്മയുടെ ആത്യന്തിക ഉത്തരവാദിത്തം ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക്, അതായത് സീനിയർ മാനേജ്മെന്റിന് തന്നെയാണ്. അപ്പോ ഈ പറയുന്ന ഉത്തരവാദിത്വം അത് പ്രായോഗികമായി എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്താണ് അവർ കൃത്യമായി ചെയ്യേണ്ടത്? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റ്. സീനിയർ മാനേജ്മെന്റിന്റെ റോളെന്ന് പറയുന്നത് വെറുതെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ദൂരേന്ന് നോക്കുന്നയൊന്നല്ല, മറിച്ച് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നേരിട്ട് സജീവമായി ഇടപെടുക എന്നതാണ്. ശരി, ഈ സജീവമായ പങ്കാളിത്തം എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? ഇതിന് പ്രധാനമായും 4 തൂണുകളുണ്ട്. ഈ 4 കാര്യങ്ങൾ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം. ഇതാണ് ആ 4 തൂണുകൾ. ഒരു ക്വാളിറ്റി പോളിസി ഉണ്ടാക്കുക, കൃത്യമായ ലക്ഷ്യങ്ങൾ നിർവചിക്കുക, അതെല്ലാം ചെയ്യാൻ ആവശ്യമായ റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ നൽകുക, പിന്നെ കൃത്യമായി മാനേജ്മെന്റ് റിവ്യൂകൾ നടത്തുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ? ആദ്യത്തേത് ക്വാളിറ്റി പോളിസി. ഇത് വെറുമൊരു ഡോക്യുമെന്റായിട്ട് ഷെൽഫിൽ വെക്കാനുള്ളതല്ല. കമ്പനിയിലെ ഓരോ ജീവനക്കാരനും ഇതെന്താണെന്ന് മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനം, രോഗിയുടെ സുരക്ഷയും നിയമങ്ങളും ബിസിനസിന്റെ നിലനിൽപ്പുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ടായിരിക്കണം. രണ്ടാമതായി ക്വാളിറ്റി ലക്ഷ്യങ്ങൾ. അതായത് ചുമ്മാ പേപ്പറിൽ നല്ല ക്വാളിറ്റി ഉറപ്പാക്കും എന്ന് എഴുതി വെച്ചാൽ പോരാ. ലക്ഷ്യങ്ങൾ കൃത്യമായി അളക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നേടാൻ കഴിയുന്നതായിരിക്കണം. നമ്മുടെ ഓരോ ദിവസത്തെയും ജോലിയിൽ അത് കാണണം. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, വിഭവങ്ങൾ നൽകുക. ഇതിനകത്ത് എന്തൊക്കെ വരും? നല്ല കഴിവുള്ള സ്റ്റാഫ്, ആധുനിക സൗകര്യങ്ങളും ഉപകരണങ്ങളും, പിന്നെ അവർക്ക് കൃത്യമായ പരിശീലനം നൽകാനുള്ള സംവിധാനങ്ങൾ. ഇതൊക്കെ നൽകേണ്ടത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇതൊന്നും ശ്രദ്ധിച്ചു കേൾക്കണം. ഏതെങ്കിലും ഒരു ക്വാളിറ്റി പ്രശ്നമുണ്ടാവുമ്പോൾ റെഗുലേറ്റർമാരുടെ മുന്നിൽ ചെന്നിട്ട് അയ്യോ അതിന് ഫണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ആവശ്യത്തിന് ആൾക്കാരില്ലായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊരു ഒഴികഴിവായി അവർ ഒരിക്കലും അംഗീകരിക്കില്ല. നാലാമത്തത് മാനേജ്മെന്റ് റിവ്യൂ. ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല, മറിച്ച് ഈ ക്വാളിറ്റി സിസ്റ്റത്തിന്റെ എഞ്ചിനാണെന്ന് തന്നെ പറയാം. ഇവിടെ വെറുതെ സംസാരിച്ച് പിരിയുകയല്ല വേണ്ടത്. ഓരോ ചർച്ചയും കൃത്യമായ തീരുമാനങ്ങളിലേക്കും ആ തീരുമാനങ്ങൾ പ്രവൃത്തിയിലേക്കും നയിക്കണം. ശരി, ഇത്രയും നേരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മാനേജ്മെന്റിന്റെ ഇടപെടൽ കുറഞ്ഞാൽ എന്താണ് പ്രശ്നം? അതെ, ഇതാണ് ചോദ്യം. മാനേജ്മെന്റ് ഇതിൽ നിന്നൊക്കെ മാറി നിന്നാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? ഒരു സ്ഥാപനത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇതൊക്കെയാണ് അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഒരേ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും സംഭവിക്കുക. കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻസ്, അതായത് CAPA, ഫലപ്രദമല്ലാതാവുക. അന്വേഷണങ്ങൾ നീണ്ടുപോവുക. ഓഡിറ്റുകളിൽ മോശം ഫലം വരുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നേതൃത്വത്തിന്റെ പരാജയമാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓഡിറ്റർമാർ വരുമ്പോൾ അവരൊരു തെറ്റ് കണ്ടാൽ അത് ജോലി ചെയ്ത വ്യക്തിയുടെ മാത്രം പിഴവായിട്ടല്ല കാണുന്നത്, മറിച്ച് ഇത് സംഭവിക്കാൻ കാരണം സിസ്റ്റത്തിന്റെ തലപ്പത്തുള്ളവരുടെ പരാജയമാണെന്നാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മൾ നയങ്ങളിൽ നിന്ന് തുടങ്ങി. ഇനി ഒരു പടി കൂടെ കടന്ന് ഇതിനെ എങ്ങനെ ഒരു കൾച്ചർ അഥവാ ഒരു സംസ്കാരമാക്കി മാറ്റാം എന്ന് നോക്കാം. ഈ ചർച്ചയുടെ എല്ലാ കാതിൽ ഇതാണ്. ഒരു മികച്ച ക്വാളിറ്റി സിസ്റ്റം തുടങ്ങുന്നതും അത് വിജയകരമായി മുന്നോട്ടു പോകുന്നതും സീനിയർ മാനേജ്മെന്റിന്റെ കൈകളിലാണ്. അവരുടെ പങ്കാളിത്തമില്ലാതെ ഒരു നല്ല ക്വാളിറ്റി സിസ്റ്റം ഉണ്ടാകില്ല. ഈ സ്ലൈഡ് ആ വ്യത്യാസം വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്, അല്ലേ? ഇടതുവശത്ത് എഴുതിവെച്ച നയങ്ങൾ, അതായത് വെറും വാക്കുകൾ. വലതുവശത്തോ മാനേജ്മെന്റ് എല്ലാ ദിവസവും എടുക്കുന്ന തീരുമാനങ്ങളും അവരുടെ മുൻഗണനകളും. ഇതിലേതാണ് ശരിക്കും ഒരു കമ്പനിയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത്? ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നല്ല ക്വാളിറ്റി കൾച്ചർ ഉണ്ടാകുന്നത് കുറേ നിയമങ്ങൾ എഴുതിവെച്ചതുകൊണ്ടല്ല. അതുണ്ടാകുന്നത് സീനിയർ മാനേജ്മെന്റിന്റെ ദൈനംദിന തീരുമാനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവർ എന്തിന് പ്രാധാന്യം നൽകുന്നു എന്നതിലൂടെയുമാണ്.
അപ്പോ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ സ്ഥാപനത്തിലെ ഗുണമേന്മ സംസ്കാരത്തെ ശരിക്കും രൂപപ്പെടുത്തുന്നത് എന്താണ്? ഫയലിലിരിക്കുന്ന പോളിസികളാണോ, അതോ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളും അവരുടെ പ്രവൃത്തികളുമാണോ? ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം.